ഹായ്. ഗർഭിണിയാണെന്നറിയുന്ന നിമിഷം മുതൽ തുടങ്ങും അല്ലേ? എന്ത് കഴിക്കാം, എന്ത് പാടില്ല എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ. അതിൽ തന്നെ ഒരുപാട് പേരെ പേടിപ്പിക്കുന്നൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. അതെ, ഇതാണ് നമ്മുടെ പ്രധാന ചോദ്യം. പഴം കഴിച്ചാൽ, പ്രത്യേകിച്ച് ചില പഴങ്ങൾ കഴിച്ചാൽ അബോഷനാകുമോ? ഇത് ഒരുപാട് പേരുടെ മനസ്സിലുള്ള ഒരു പേടിയാണ്, തികച്ചും സ്വാഭാവികമായ ഒരു പേടി. പക്ഷെ ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്താണ്? നമുക്ക് നോക്കാം. അപ്പോ ഇവിടെ രണ്ട് വശങ്ങളുണ്ട്. ഒരു വശത്ത് ഈ പഴങ്ങളെക്കുറിച്ചുള്ള ഒരു പേടി, അത് ഗർഭത്തിന് ദോഷം ചെയ്യും എന്നൊക്കെയുള്ള ഒരു ചിന്ത. പക്ഷേ മറുവശത്ത് ശാസ്ത്രം പറയുന്നത് അതല്ല, ശരിയായി കഴിച്ചാൽ ഇതൊക്കെ വളരെ നല്ലതാണെന്നാണ്. അപ്പോ ഈ പേടിക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ, അതോ വെറും പറച്ചിലുകളാണോ? നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. നമ്മൾ ആദ്യം തന്നെ പപ്പായയുടെ കാര്യമാണ് നോക്കുന്നത്. പപ്പായയുടെ കാര്യത്തിൽ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. അതായത് എല്ലാ പപ്പായയും ഒരുപോലെയല്ല. അതിന്റെ സുരക്ഷയെ തീരുമാനിക്കുന്നത് അത് പഴുത്തതാണോ പച്ചയാണോ എന്നുള്ളതാണ്. ഇതാണ് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. പഴുത്ത പപ്പായയും പച്ച പപ്പായയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നന്നായി പഴുത്ത നല്ല മഞ്ഞയോ ഓറഞ്ചോ നിറമുള്ള പപ്പായ ഗർഭിണികൾക്കൊരു സൂപ്പർ ഫുഡാണ്. ഒരുപാട് വിറ്റാമിനുകളും ഫൈബറും ഒക്കെ അതിലുണ്ട്. പക്ഷെ പച്ച പപ്പായ അല്ലെങ്കിൽ കറയുള്ള പപ്പായ, അതിന്റെ കഥ വേറെയാണ്. അത് ഒഴിവാക്കാനാണ് ഡോക്ടർമാർ പറയുന്നത്. അതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. അപ്പോ എന്തുകൊണ്ടാണ് ഈ പച്ചപ്പപ്പായ ഒരു വില്ലനാകുന്നത്? അതിലെ ഒരു പ്രധാന ഘടകമാണ് ലാറ്റക്സ്. നമ്മള് പപ്പായയുടെ കറ എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. ഇത് കൂടിയ അളവിൽ ശരീരത്തിലെത്തിയാൽ യൂട്രസിലെ ചില കോൺട്രാക്ഷൻസ്, അതായത് സങ്കോചങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഗർഭകാലത്ത് പച്ചപ്പപ്പായയോട് നമ്മൾ ഒരു നോ പറയുന്നത്. ഇനി പച്ച പപ്പായയിലെ അടുത്താള് പപ്പൈൻ എന്നൊരു എൻസൈം. ഇതിന്റെ പ്രവർത്തനം കുറച്ച് കൗതുകമുള്ളതാണ്. നമ്മുടെ ശരീരം ഇതിനെ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. അതായത് പ്രസവം ഇൻഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചില ഹോർമോണുകളായിട്ട് ശരീരം ഇതിനെ കാണാനൊരു സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ അത് ഗർഭപാത്രത്തിലെ പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളെ ദുർബലപ്പെടുത്താൻ ഒരു ചെറിയ ചാൻസ് ഉണ്ട്. അപ്പോൾ പപ്പായയെക്കുറിച്ചുള്ള ഈ പേടിയുടെ ശാസ്ത്രീയ കാരണം ഇതാണ്. അത് പച്ച പപ്പായയുമായി മാത്രം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ശരി, അപ്പൊ പപ്പായയുടെ കാര്യം ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. പൈനാപ്പിൾ. പൈനാപ്പിൾ എന്ന് കേൾക്കുമ്പോഴേ പലർക്കും ഒരു പേടിയാണല്ലേ? അതിന് കാരണം ബ്രോമലൈൻ എന്നൊരു എൻസൈമാണ്. പപ്പായയുടെ കാര്യത്തിൽ കണ്ട പോലെ തന്നെ ഇവിടെയും ചില കാര്യങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ എന്താണ് ഈ ബ്രോമലൈൻ? ഇത് പൈനാപ്പിളിൽ സ്വാഭാവികമായി കാണുന്നൊരു എൻസൈമാണ്. ഇതിന് പ്രോട്ടീനുകളെ വിഘടിപ്പിക്കാൻ, അതായത് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ഒരു കഴിവുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഒരു പേടി തോന്നാം. പക്ഷേ ഇവിടെയാണ് ആ വലിയ പക്ഷേ വരുന്നത്. ഈ കഴിവൊക്കെ തെളിയിക്കപ്പെട്ടിട്ടുള്ളത് ലാബിലാണ്. അതായത് വളരെ ഉയർന്ന കോൺസെൻട്രേഷനിൽ ഈ എൻസൈം ഉപയോഗിക്കുമ്പോൾ മാത്രം. നമ്മൾ സാധാരണ ഒരു കഷ്ണം പൈനാപ്പിൾ കഴിക്കുമ്പോൾ ശരീരത്തിൽ സംഭവിക്കുന്നത് ഇതല്ല. ശരിക്കും ഒരു പ്രശ്നമുണ്ടാകണമെങ്കിൽ എത്ര പൈനാപ്പിൾ കഴിക്കണമെന്നറിയാമോ? ഏതാണ്ടൊരു 7 മുതൽ 10 പൈനാപ്പിൾ വരെ. അതും മുഴുവനായിട്ട് ഒറ്റയിരുപ്പിന് കഴിക്കണം. ഒന്ന് ആലോചിച്ചു നോക്കിയേ. അതാർക്കെങ്കിലും സാധിക്കുന്ന കാര്യമാണോ? ഒരിക്കലുമല്ല. അപ്പോ ഇതാണ് പോയിന്റ്. അളവ് അഥവാ ഡോസ്, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് മാത്രമല്ല, നമ്മുടെ ശരീരം തന്നെ ഇതിനെ കൈകാര്യം ചെയ്യാൻ തയ്യാറാണ്. എങ്ങനെയാണെന്നല്ലേ? ഒന്നാമത്തെ കാര്യം, ഈ ബ്രോമലൈൻ കൂടുതലും ഉള്ളത് പൈനാപ്പിളിന്റെ ആ കട്ടിയുള്ള നടുവിലെ തണ്ടിലാണ്. നമ്മളാരും അത് കഴിക്കാറില്ലല്ലോ. ഇനി നമ്മൾ കഴിക്കുന്ന മധുരമുള്ള ഭാഗത്ത് കുറച്ചുണ്ടെങ്കിൽ തന്നെ അത് വളരെ വളരെ ചെറിയൊരളവാണ്. പോരാത്തതിന് അത് നമ്മുടെ വയറ്റിലെത്തുമ്പോഴെന്ത് സംഭവിക്കും? അവിടുത്തെ ആസിഡ് അതിന്റെ കഥ കഴിച്ചോളും. ചുരുക്കി പറഞ്ഞാൽ ഒരു കഷ്ണം പൈനാപ്പിൾ കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവും വരാനില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെയൊക്കെ ശാസ്ത്രീയ വശം കണ്ടു. ഇനി നമുക്ക് ഒരു എക്സ്പേർട്ട്, ഒരു ഗൈനക്കോളജിസ്റ്റ് എന്താണ് ഇതിനെപ്പറ്റി പറയുന്നതെന്ന് കേൾക്കാം. ഇതാണ് നമുക്ക് വേണ്ട ഏറ്റവും പ്രാക്ടിക്കലായ ഉപദേശമല്ലേ? വിദഗ്ധർ പറയുന്ന നിയമങ്ങൾ വളരെ ലളിതമാണ്. ഒന്നാമത്തേത്, മിതത്വം പാലിക്കുക. അതായത് 1 കപ്പ് പഴമൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. രണ്ടാമത്, സപ്ലിമെന്റുകൾ വേണ്ട. ഈ പപ്പൈൻ, ബ്രോമലൈൻ എന്നൊക്കെ പറഞ്ഞ് ചില ഗുളികകൾ കിട്ടും. അത് ഒഴിവാക്കണം. കാരണം അതിൽ ഈ എൻസൈമുകൾ വളരെ കൂടിയ അളവിലായിരിക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആരോഗ്യത്തോടെ മുന്നോട്ടു പോകുന്ന ഒരു ഗർഭധാരണം ഒരു പാത്രം പഴം കഴിച്ചതുകൊണ്ട് ഇല്ലാതായി പോകില്ല. അതുകൊണ്ട് ഇനി മുതൽ പേടിച്ച് ഭക്ഷണം ഒഴിവാക്കുകയല്ല വേണ്ടത്. പകരം കാര്യങ്ങൾ അറിഞ്ഞ് സന്തോഷത്തോടെ കഴിക്കുക. പ്രത്യേകിച്ച് ഗർഭകാലത്ത് ശരിയായ അറിവ് തന്നെയാണ് ഏറ്റവും വലിയ ധൈര്യം. നമുക്ക് ഡോക്ടർ പ്രശാന്തിന്റെ ഈ വാക്കുകളോടെ അവസാനിപ്പിക്കാം. ബുദ്ധിയോടെ കഴിക്കുക, വിവേകത്തോടെ കഴിക്കുക. ഈ പഴങ്ങളിലുള്ള പോഷകങ്ങൾ
ആ മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞിനും വളരെ അത്യാവശ്യമാണ്. അപ്പോൾ വെറുതെയുള്ള പേടികൾ കാരണം ഈ നല്ല ഭക്ഷണങ്ങൾ ഒഴിവാക്കരുത്. എല്ലാ സംശയങ്ങളും മാറ്റിവെച്ച് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കൂ. ആരോഗ്യകരമായ ഒരു ഗർഭകാലം ആശംസിക്കുന്നു.